ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് സെലിബ്രിറ്റി ഫേസ് മാസ്ക് ആണ്. സെലിബ്രിറ്റീസുകളെല്ലാം പലപ്പോഴും പല അഡ്വർടൈസിംഗിലൊക്കെ വന്ന് പല പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ എന്നിരുന്നാലും അവർ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂകളിൽ അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫേസ് മാസ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് വലിയ സെലിബ്രിറ്റീസ് പോലും അവർ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ മഞ്ഞളും അലോവേര ജെല്ലും ബീട്രൂട്ടൊക്കെ ഉപയോഗിച്ചുള്ള ഫേസ് മാസ്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിലൊരു സൈഡ് എഫക്റ്റും ഇല്ല, നിങ്ങൾക്ക് നല്ല റിസൾട്ടും തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതുമാണ്. അപ്പൊ നമുക്ക് പല സെലിബ്രിറ്റീസ് പറഞ്ഞ അവരുടെ ഒരു കളക്ഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അവർ പറഞ്ഞ റെസിപ്പി എന്താണെന്നും അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ എന്തുമാത്രം വ്യത്യാസം കൊണ്ടുവരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത്, സെലിബ്രിറ്റിയുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഓരോ ഫേസ് മാസ്കും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഫേസ് മാസ്കിനെ കുറിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സ്കിന്നിൽ കൊണ്ടുവന്ന റിസൾട്ടും ഒക്കെ നല്ല വിശദമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ആരുമല്ല, നമ്മുടെ മാധുരി ദീക്ഷിത്തിന്റെ ഫേസ് മാസ്ക് ആണ്. ഇതിലൊരു ഫേസ് മാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്ന് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഫ്രഷ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്ലോയിങ് സ്കിന്നിനെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്കും അലോവേര ജെല്ലും ഹണിയുമാണ് കേട്ടോ. 3 ഈക്വൽ അമൗണ്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ മുഖത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ല രീതിയിൽ ക്ലിയർ സ്കിൻ നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇനി രണ്ടാമത് പറയാൻ പോകുന്ന സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് കേട്ടോ. അതും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ പെട്ടെന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ടാനൊക്കെ അടിച്ചു വരുമ്പോൾ ഈ മാസ്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൂൾ ആയിട്ടുള്ള ഫീലിംഗും കിട്ടും. അതുപോലെ തന്നെ സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനും ടാനൊക്കെ മാറ്റി ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വേറെ ആരുടെയും അല്ല, ജയാ ബച്ചനും അതുപോലെ ജയാ ബച്ചന്റെ മകളും ചെറുമകളും ഇവർ 3 പേരും കൂടെ ചേർന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ വീഡിയോ യൂട്യൂബിലൊക്കെ വളരെയധികം ഫേമസ് ആയിരുന്നു. അതിൽ അവർ അവരുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുത്ത ഒരു 2-3 റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മാസ്കിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഓഫ് ബേസണും 1/2 ടേബിൾ സ്പൂൺ ഓഫ് ടർമറിക് പൗഡറും 1 ടേബിൾ സ്പൂൺ ഓഫ് തൈരും 1 ടേബിൾ സ്പൂൺ ഓഫ് റോസ് വാട്ടർ, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെന്ന് അറിയാം, പെട്ടെന്ന് വെയിൽ കൊണ്ട് വരുമ്പോൾ ഉള്ള ടാനൊക്കെ മാറ്റി മുഖം നല്ല രീതിയിൽ ഫ്രഷ് ആക്കാനും പെട്ടെന്ന് സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് തമന്ന പാട്ടിയുടെ വൈറലായിട്ടുള്ള ഫേസ് മാസ്കിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓഫ് ചന്ദൻ പൗഡറും 1 ടേബിൾ സ്പൂൺ ഓഫ് കോഫിയും ഹണിയും ചേർന്നതാണ് ഈ മിശ്രിതം. ആദ്യമേ പറയാം, ഈ മാസ്ക് എന്ന് പറയുന്നത് അത് സെൻസിറ്റീവ് സ്കിന്നിന് അത്ര നല്ലതല്ല. പക്ഷെ ഡ്രൈ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവാണ്. നിങ്ങളുടെ കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിയങ്ക ചോപ്രയുടെ മാസ്ക് ആണ് കേട്ടോ. തൈരും മഞ്ഞളും ചന്ദൻ പൊടിയും ചേർന്ന ഈ മിശ്രിതം എന്ന് പറയുന്നത് സ്കിന്നിലെ ടാൻ മാറ്റാനും സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും ക്ലിയർ സ്കിന്നിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവറോൾ നിങ്ങൾക്ക് ഗ്ലോയിങ് സ്കിൻ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ ചാനലിൽ ഓരോ ഷോർട്സും വീഡിയോസും കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓരോ പ്രോഡക്ട്സും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മൾ പല അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും കെമിക്കൽസും കംപ്ലീറ്റ് അടങ്ങിയിരിക്കുന്നതാണ്. അത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിന്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. അതുപോലെ തന്നെ വലിയ എക്സ്പെൻസീവോ അല്ല, നന്നായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ സീ യു.